മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച മന്ത്രി ജി സുധാകരൻ. താൻ വളർന്നത് പിണറായി വിജയന്റെ തണലിലാണെന്ന വാദത്തെ തള്ളിക്കൊണ്ടാണ് സുധാകരൻ രംഗത്തെത്തിയത്. അമ്പലപ്പുഴയിൽ UDF പിന്തുണയോടെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുതിർന്ന CPM നേതാവുമായിരുന്ന ജി സുധാകരൻ 63 വർഷമായി താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും 15-ാം വയസ്സിലാണ് പാർട്ടിയിൽ ചേർന്നതെന്നും ജി സുധാകരൻ വ്യക്തമാക്കി. പിണറായി വിജയനാണ് തന്നെ വളർത്തിയതെന്ന വാദത്തെ സുധാകരൻ നിഷേധിച്ചു. 1967 കാലഘട്ടത്തിൽ പിണറായി വിജയനെ തിരുവിതാംകൂറിൽ ആർക്കും അറിയില്ലായിരുന്നുവെന്നും അദ്ദേഹം അന്ന് മലബാറിൽ തലശ്ശേരിയിൽ മാത്രം ഒതുങ്ങി നിന്ന നേതാവായിരുന്നുവെന്നും പറഞ്ഞു. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പങ്കെടുത്ത പ്രചരണ പരിപാടിയിലാണ് സുധാകരന്റെ പിണറായിക്കെതിരായ വിമർശനം. തന്റെ അനുജനും രക്തസാക്ഷിയുമായ ഭുവനേശ്വരന്റെ കേസ് നടത്താൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി 10 പൈസ പോലും നൽകിയിട്ടില്ലെന്നും വീട്ടിലെ ആഞ്ഞിലിമരം വെട്ടിവിറ്റ പണം കൊണ്ടാണ് ആ കേസ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. മാർസിനെയോ എംഗൽസിനെയോ വായിക്കാത്തവരാണ് ഇന്നത്തെ പല മാർസിസ്റ്റുകളും. വിജയരാഘവനെ സുധാകരൻ പരാജയരാഘവൻ എന്നും വിശേഷിപ്പിച്ചു. വിജയരാഘവൻ എവിടെ പ്രസംഗിക്കുന്നുവോ അവിടെ LDF തോൽക്കുമെന്നും സുധാകരൻ പരിഹസിച്ചു. ഒരു പാർട്ടിക്കും ഒരു മണ്ഡലവും സ്ഥിരമായി അവകാശപ്പെടാനാവില്ലെന്ന് പറഞ്ഞ സുധാകരൻ ആലപ്പുഴ ജില്ലയിൽ UDF കൃത്യമായി പ്രവർത്തിച്ചാൽ LDF 1-2 സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്നും വ്യക്തമാക്കി. സുധാകരന്റെ പ്രചരണ വേദിയിൽ രാഹുൽ ഗാന്ധിയും എത്തിയിരുന്നു. LDFനെ ഇപ്പോൾ ഇടതുപക്ഷം എന്ന് വിളിക്കാനാകില്ലെന്നും ഇടതിൽ ഇപ്പോൾ 2 തരം നേതാക്കളെന്നും തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. RSSുമായും BJPയുമായും കൂട്ടുകൂടാൻ മടിയില്ലാത്ത നേതാക്കളാണ് ഇടതുമുന്നണിയിൽ. ഹൃദയത്തിൽ പ്രത്യയശാസ്ത്രം കുടിയേറിയ നേതാക്കളുണ്ട്. ഇത്തരം നേതാക്കൾ പാർട്ടിയിൽ ചതിക്കപ്പെട്ടുവെന്നും ജി സുധാകരനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് രാഹുൽ പറഞ്ഞു. എല്ലാ ദിവസവും ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുന്ന മോദിക്ക് കേരളത്തിലെത്തുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയെപ്പറ്റി പറയുന്നതിൽ മൗനമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലാണ് കവർച്ച നടന്നത്. സ്വർണം കവർന്നു, പകരം ചെമ്പ് സ്ഥാപിച്ചു. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. കേരളത്തിൽ വന്നപ്പോൾ ഇതെല്ലാം മറന്നുപോയി. കേരളത്തിലെ മുഖ്യമന്ത്രിയെയും LDFനെയും സഹായിക്കാനാണ് ഇത്. മുഖ്യമന്ത്രിയെയോ കുടുംബത്തെയോ മോദി എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നും രാഹുൽ ചോദിക്കുകയും ചെയ്തു. നരേന്ദ്രമോദി എല്ലാ ദിവസവും തന്നെയും കോൺഗ്രസിനെയും ആക്രമിക്കുന്നു. 38 കേസുകൾ തന്റെ പേരിലുണ്ട്. തന്റെ ലോക്സഭാംഗത്വം കളഞ്ഞു, ഔദ്യോഗിക വസതി ഒഴിവാക്കി. എന്തുകൊണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നില്ല? എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കുന്നില്ല എന്ന് രാഹുൽ ചോദിച്ചു. അതേസമയം LDFനെ ഇപ്പോൾ ഇടതുപക്ഷം എന്ന് വിളിക്കാനാകില്ലെന്നും ഇടതിൽ ഇപ്പോൾ 2 തരം നേതാക്കളെന്നും തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. RSSുമായും BJPയുമായും കൂട്ടുകൂടാൻ മടിയില്ലാത്ത നേതാക്കളാണ് ഇടതുമുന്നണിയിൽ. ഹൃദയത്തിൽ പ്രത്യയശാസ്ത്രം കുടിയേറിയ നേതാക്കളുണ്ട്. ഇത്തരം നേതാക്കൾ പാർട്ടിയിൽ ചതിക്കപ്പെട്ടുവെന്നും ജി സുധാകരനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തു.